സിനാവിൽ വാദിയിൽ ഒഴുക്കിൽപ്പെട്ട ഡ്രൈവറെ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി. എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കി. പ്രതിസന്ധിയിൽ പ്രവാസികൾ. സുഹാറിൽ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ കുടുംബത്തെ രക്ഷപ്പെടുത്തി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. വടക്കൻ ഷർക്കിയയിലെ സിനാവിൽ വാതി മുറിച്ചു കടക്കുന്നതിനിടെ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട് ട്രക്ക് ഡ്രൈവറെ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി. ഏഷ്യൻ പൗരനായ ഡ്രൈവറെയാണ് റോയൽ ഒമാൻ പോലീസ് രക്ഷപ്പെടുത്തിയത്. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. വാദികളിൽ വെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുമ്പോൾ അത് മുറിച്ചു കടക്കരുതെന്ന് റോയൽ ഒമാൻ പോലീസ് വീണ്ടും മുന്നറിയിപ്പ് നൽകി. നിയമലംഘനം നടത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. അതേസമയം ഒമാനിൽ മഴയും രക്ഷാപ്രവർത്തനങ്ങളും തുടരുകയാണ്. മാർച്ച് 29 മുതൽ മസ്കത്തിലും സലാലയിലേക്കുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. നാട്ടിൽ സ്കൂൾ +2 പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം ഒമാനിൽ ബന്ധുക്കളോടൊപ്പം ചെലവഴിക്കാനായി നിരവധി കുടുംബാംഗങ്ങളാണ് നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നത്. എന്നാൽ മാർച്ച് 22 മുതൽ 28 വരെ കേരളത്തിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയതോടെ നിരവധി യാത്രക്കാർ പ്രതിസന്ധിയിലായി. വിമാന കമ്പനികളുടെ ഈ നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. മേഖലയിലെ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പോലും ഒമാനിലേക്കുള്ള സർവീസുകൾ കാര്യമായ തടസ്സമില്ലാതെ നടത്തിയിരുന്നു. സംഘർഷം ഏറ്റവും കുറഞ്ഞ തോതിൽ വിമാന സർവീസുകളെ ബാധിച്ചത് ഒമാനെയാണ്. സെലാലയിൽ നിന്നും കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് മാർച്ച് 1 മുതൽ എക്സ്പ്രസ് സർവീസുകൾ ആരംഭിക്കാനിരുന്നതാണ്. മാസങ്ങളായി നിർത്തിവെച്ചിരുന്ന സർവീസുകളാണിത്. എന്നാൽ സെലാലയിൽ നിന്ന് മാർച്ച് 28 വരെയുള്ള കൊച്ചി, കോഴിക്കോട് സർവീസുകൾ ഒരു കാരണവുമില്ലാതെ ഘട്ടം ഘട്ടമായി റദ്ദാക്കിയിരിക്കുകയായിരുന്നു. സെലാലയിൽ നിന്നുള്ള മറ്റു വിമാന സർവീസുകൾ തടസ്സമില്ലാതെ നടത്തി വരുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധ സാഹചര്യം മുതലെടുത്ത് ഇന്ത്യൻ വിമാന കമ്പനികൾ നടത്തുന്ന ടിക്കറ്റ് കൊള്ളയിൽ പ്രവാസികൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. കുറഞ്ഞ നിരക്കിൽ നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കുകയും അതേ വിമാനങ്ങൾ തന്നെ ചാർട്ടേഡ് സർവീസുകളാക്കി മാറ്റി അമിത നിരക്കിൽ ടിക്കറ്റ് വിൽക്കുകയും ചെയ്യുന്ന കള്ളക്കച്ചവടമാണ് കമ്പനികൾ നടത്തുന്നതെന്ന് വ്യാപക പരാതി ഉയർന്നു. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയതോടെ കേരളത്തിലേക്കുള്ള വിദേശ വിമാന കമ്പനികളുടെ നിരക്കും കുത്തനെ വർദ്ധിച്ചു. പ്രവാസികളുടെ ഈ ഗുരുതര സാഹചര്യം അറിഞ്ഞിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും നോർക്ക ഉൾപ്പെടെയുള്ള ഏജൻസികളും പുലർത്തുന്ന മൗനം കടുത്ത അവഗണനയാണെന്ന് പ്രവാസി സംഘടനകളും നേതാക്കളും. സുഹാറിൽ പ്രളയജലത്തിൽ ഒരു വീട്ടിൽ കുടുങ്ങിയ 13 അംഗ കുടുംബത്തെ രക്ഷപ്പെടുത്തി. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എല്ലാവരെയും സുരക്ഷിതമായി പുറത്തേക്ക് മാറ്റിയതായും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും അധികൃതർ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും തുടരുകയാണ്. വാദികളുടെ വാഹനങ്ങൾ ഓടിക്കരുതെന്ന് അധികൃതർ വീണ്ടും നിർദ്ദേശം നൽകി. റോയൽ ഒമാൻ പോലീസും സിവിൽ ഡിഫൻസ് വിഭാഗവും ഗതാഗത നിയന്ത്രണത്തിനും സുരക്ഷാ നടപടികൾക്കുമായി പരിശ്രമങ്ങൾ തുടരുകയാണ്. വാദികളുടെ വാഹനങ്ങൾ ഓടിക്കരുതെന്ന് ഡ്രൈവർമാരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലുമായി മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പള്ളിനട പോത്തൻകോട് സ്വദേശി റഹാവുദ്ദീൻ അബ്ദുൽ അസീസ് മസ്കത്തിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു. ഖബറടക്കം ആമിറാത്ത് ഖബർസ്ഥാനിൽ നടത്തുമെന്ന് ICF വെൽഫെയർ ആൻഡ് സോഷ്യൽ സർവീസ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസി ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.